ടാറ്റ ഗ്രൂപ്പിലെ 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ടാറ്റ പവർ 5% ഉയർന്ന് 445 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.42 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.51, ഡിവിഡൻഡ് yield 0.45%. 52 വീക്ക് ഹൈ 464, 52 വീക്ക് ലോ 219. ടാറ്റ ഗ്രൂപ്പിലെ ടാറ്റ പവർ എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ടാറ്റ പവർ റിന്യൂവബിൾ എനർജി എന്ന കമ്പനിയുമായി ചേർന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റാളേഷൻ എന്നിവയ്ക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ടാറ്റ പവറുമായി ചേർന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചത്. ഗവൺമെൻറ്റിൻ്റെ PM സൂര്യഘർ യോജന വഴി റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായി മാറിക്കഴിഞ്ഞു ടാറ്റ പവർ. റെസിഡൻഷ്യൽ യൂസേഴ്സ്, ഹൗസിംഗ് സൊസൈറ്റി, മൈക്രോ, മീഡിയം, സ്മോൾ എൻ്റർപ്രൈസസ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷൻ ടാറ്റ പവർ എന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. 3 കിലോവാട്ട് ശേഷിയുള്ള സോളാർ റൂഫ് ടോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് ഓഫ് ഇന്ത്യ 2 ലക്ഷം രൂപ വരെ ലോൺ ഏകദേശം 7.10 ഇൻട്രസ്റ്റ് റേറ്റിൽ നൽകാൻ തയ്യാറായിട്ടുണ്ട്. 3 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് ശേഷിയുള്ള റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ 8 മുതൽ 10.25% വരെയുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നൽകാനാണ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറായിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാറ്റ പവറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, ടാറ്റ പവറിന് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ UBS ബൈ എന്ന റേറ്റിംഗും 510 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. റോബസ്റ്റ് എബിറ്റ ഗ്രോത്ത്, റിന്യൂവബിൾ എനർജി സെക്ടറിലേക്കുള്ള അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമ്പനിയുടെ കമ്മിറ്റ്മെൻറ്റ്, റിന്യൂവബിൾ എനർജി പവർ ജനറേഷൻ, സോളാർ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ്, സോളാർ എഞ്ചിനീയറിംഗ് കൂടാതെ എനർജി EPC പ്രോജക്റ്റുകൾ എന്നിവയിലുള്ള കമ്പനിയുടെ വാല്യൂ ചെയിനും പരിഗണിച്ചാണ് UBS എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ടാറ്റ പവറിൻ്റെ സബ്സിഡറി കമ്പനിയായ ടാറ്റ പവർ റിന്യൂവബിൾ എനർജി എന്ന കമ്പനി തുടർച്ചയായി റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി വിവിധ കമ്പനികളുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ NHPC റിന്യൂവബിൾ എനർജി എന്ന കമ്പനിയുമായി ചേർന്ന് ടാറ്റ പവർ റിന്യൂവബിൾ എനർജി എന്ന കമ്പനി റൂഫ് ടോപ്പ് സോളാർ പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഗവൺമെൻറ് ബിൽഡിങ്ങുകളിലൊക്കെ റൂഫ് ടോപ്പ് സോളാർ പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചിരുന്നു. അതിനുശേഷം നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡുമായി ചേർന്ന് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കീഴിലുള്ള ബിൽഡിങ്ങുകളിൽ റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ എനർജി ഉറപ്പാക്കുന്നതിനും വേണ്ടി ഈ 2 കമ്പനികളും ധാരണയിലെത്തിയിരുന്നു. ടാറ്റ പവറിനെ സംബന്ധിച്ചിടത്തോളം 460 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 460 എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ സ്റ്റോക്ക് 480, 500, 520 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 425 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് 2.3% ഉയർന്ന് 1116 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 13.63, ഡിവിഡൻഡ് yield 0.27%. നമൂറ എന്ന ബ്രോക്കേജിംഗ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും 1294 രൂപയുടെ ടാർഗറ്റ് നൽകിയതിന് ശേഷം കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ എക്സിക്യൂഷൻ ടാറ്റ മോട്ടോർ എന്ന സ്റ്റോക്കിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നായിരുന്നു നമൂറയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് പല ടെക്നിക്കൽ അനലിസ്റ്റുകളും ടാറ്റ മോട്ടോർ എന്ന സ്റ്റോക്കിന് ഉയർന്ന സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 1118 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ടാറ്റ മോട്ടോഴ്സ് 1150 രൂപ വരെ പോകും എന്നാണ് ജനം ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത്. 1040 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1050, 1040 തുടങ്ങിയ സോൺ സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടും 1000 സ്റ്റോക്കിൻ്റെ പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടുമായി പ്രവർത്തിക്കും. 1150 വരെ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന് ഏഞ്ചൽ വണ്ണിൻ്റെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നു. ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് സ്റ്റോക്ക് 1180 രൂപ വരെ ഉയരാൻ സാധ്യതയുണ്ട്. 1070 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ഇവിടെ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് ഓവർ ബോട്ട് സോണിലോ ഓവർ സോൾഡ് സോണിലോ അല്ല. അതേസമയം സ്റ്റോക്ക് 5 ഡേ 10 ഡേ 20 ഡേ 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നു. ക്വാർട്ടർലി റിസൾട്ട് ഓഗസ്റ്റ് 1 തീയതി പുറത്തുവരും. ഇവിടെ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂവും ഫോക്കസ് ചെയ്യാവുന്നതാണ്. 1050 രൂപയ്ക്കടുത്ത് ബ്രേക്കൗട്ട് നൽകിയ സ്റ്റോക്ക് 1118 എത്തിയിട്ടുണ്ട്. 1150 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്